ബിഗ് ആയിട്ടുള്ള വലിയൊരു മൾട്ടിനാഷണൽ കൺസ്യൂമർ കമ്പനി. അന്ന് ഞാൻ FMCG കമ്പനിയുടെ ഒരു വലിയ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ തൃശ്ശൂരെടുത്ത് നടത്തുന്ന സമയമാണ്. അന്ന് അദ്ദേഹം ഇത് പറഞ്ഞൊരു വലിയ മൾട്ടിനാഷണൽ കൺസ്യൂമർ കമ്പനി ഇന്ത്യയിലെ ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് 1998 മെയ് മാസം. ഈ മെയ് മാസത്തിലാണ് എന്നോട് ഈ ബിസിനസിനെ കുറിച്ച് പറയുന്നത്. 98 മെയ്യില് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനി അവരുടെ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇനാശുവിനെ പോലത്തെ ആളുകൾക്ക് ഏറ്റവും പറ്റിയ ബിസിനസ്സാണ്. നാച്ചുറലി ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ്. ഞാൻ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു എന്റെ സണ്ണിലോ അതിനകത്ത് ഇൻവോൾവ് ആണ്, ഞാൻ സണ്ണിലോട് പറയാം, അദ്ദേഹം നിങ്ങളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് പെട്രോൾ ബങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സണ്ണിലോ ഇന്ന് ആംബേ ബിസിനസ്സിലെ ഏറ്റവും വലിയ എന്ന് പറയാവുന്ന ഏറ്റവും വലിയ പൊസിഷനിൽ നിൽക്കുന്നത്, ഇന്ന് നമ്മളുടെയൊക്കെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണക്കാരനാവുകയും ഇന്ന് ടീം വണ്ണിന്റെ തലതൊട്ടപ്പനായി ഇന്ന് ടീം വണ്ണിന്റെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മളൊക്കെ ബിസിനസ്സിൽ ഉയർച്ചയും വളർത്തുകയും ചെയ്യുന്നതായിട്ടുള്ള സജീവ് നായർ എന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒന്നുമില്ല. അന്ന് അദ്ദേഹം ഈ വ്യക്തിയുടെ കൂടെ മെയ് എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 1-ാം തീയതി, അതിന് 2-3 ദിവസത്തിന് ശേഷം ജൂൺ 1-ാം തീയതി 98 ജൂൺ 1-ാം തീയതി തൃശ്ശൂർ എന്റെ പെട്രോൾ ബങ്കിൽ വന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നതും ഈ ബിസിനസ്സിൽ എൻട്രി ചെയ്തു. പക്ഷേ അന്ന് ആ ബിസിനസ്സിലേക്ക് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞപ്പോ 10-40 മിനിറ്റ് കൊണ്ട് ഞാൻ അദ്ദേഹം എന്നോട് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇന്നിവിടെ സുഖു പ്ലാൻ കാണിച്ചു, അതേപോലെ ഒന്നല്ല പറഞ്ഞത്. കാരണം അന്ന് അത്രയൊക്കെ അറിയുള്ളൂ. അന്ന് അദ്ദേഹം ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു, ഈ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും അധികം സന്തോഷവും എനിക്ക് ഏറ്റവും അധികം താല്പര്യം തോന്നാൻ കാരണം 40 മിനിറ്റ് സമയത്തിൽ 35 മിനിറ്റ് സമയവും അദ്ദേഹം ചെലവഴിച്ചത് ഈ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് പറയാനായിരുന്നു. എന്താണ് ഈ കമ്പനി, എന്താണ് ഈ കമ്പനിയുടെ ബിസിനസ്, എന്താണ് ഇതിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാനായിരുന്നു. അദ്ദേഹത്തിന് അറിവുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, എനിക്ക് ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന താല്പര്യം തോന്നി. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞ ഈ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയൊരു കാര്യം, ഈ കമ്പനി വലിയൊരു കമ്പനിയാണെന്ന് മനസ്സിലായി. കാരണം ഈ കമ്പനി അന്ന് 40 കൊല്ലത്തെ എക്സിസ്റ്റൻസ് ഉള്ള ഒരു കമ്പനിയാണ്. 40ാമത്തെ വർഷമാണ് ആംബേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ 50ാമത്തെ വർഷമാകാൻ പോവാണ്. 40ാമത്തെ വർഷമാണ്. ഇപ്പൊ കഴിഞ്ഞ 40 കൊല്ലത്തെ ചരിത്രം എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് മിസ്റ്റർ സജീവ് നായർ പറഞ്ഞു തന്നു. 40 കൊല്ലത്തെ ചരിത്രത്തിനുള്ളിലെ ഏകദേശം 80ഓളം രാജ്യങ്ങളിൽ 80ാമത്തെ രാജ്യമായിട്ടാണ് കമ്പനി ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. 80ഓളം രാജ്യങ്ങളിൽ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പോ ഈ 50ഓളം വർഷത്തോളായിട്ട് 90-ലധികം രാജ്യങ്ങളിൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് ഉണ്ട്. അന്ന് 80ഓളം രാജ്യങ്ങളിലാണ്. മാത്രമല്ല കമ്പനിക്ക് സ്വന്തമായിട്ട് 450 ബ്രാൻഡഡ് പ്രൊഡക്ട്സ് പല സെഗ്മെന്റ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നേരത്തെ സുഖു പറഞ്ഞതാണ്. അത് 450ഓളം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഈ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ, വാർഷിക വിറ്റുവരവ് എന്ന് പറയുന്നത് 30,000 കോടി രൂപയിലും മീതെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. വലിയ കമ്പനിയാണെന്ന് മനസ്സിലായി. മാത്രമല്ല അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഈ കമ്പനിക്ക് സ്വന്തമായിട്ട് 56 R&D ലാബ് ഉണ്ടെന്ന് പറഞ്ഞു. 500-ലധികം വേൾഡ് ക്ലാസ് സൂപ്പർ സയന്റിസ്റ്റുകളുള്ള 56 R&D ലാബുള്ള ഒരു വലിയ കമ്പനിയാണെന്ന് പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അറിവായിരുന്നു. കാരണം 56 R&D ലാബുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കമ്പനി ചെറിയൊരു കമ്പനിയല്ലെന്ന്. കാരണം കമ്പനിയുടെ ഏറ്റവും വലിയ നിലനിൽപ്പ് R&D ലാബാണ്. അതിലെ വേൾഡ് ക്ലാസ് സൂപ്പർ സയന്റിസ്റ്റ് ആയുള്ള 500-ലധികം സയന്റിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാഗസിൻ വായിക്കുന്ന ആളുകളാണെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേയിൽ ഒരു കവർ സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ കൺസ്യൂമർ കമ്പനികളിലെ 80% കമ്പനികൾക്കും സ്വന്തമായിട്ട്
ഒരു R&D ലാബ് പോലും ഇല്ല. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലുള്ള ഈ കൺസ്യൂമർ കമ്പനികളെല്ലാം തുടച്ചു നീക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു 3 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ കൈയടിക്കാൻ